ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. കൂർക്കയും പരിപ്പും കൂടി വെക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ കൂർക്കയും പരിപ്പും വെക്കുന്നതല്ലേ, ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് എന്ന് ഞാൻ സ്വയം പുകഴ്ത്തില്ല. ഇത് കഴിച്ചവരുടെ അഭിപ്രായത്തോടെയാണ് കേട്ടോ. ഇന്ന് പിക്കയും കുട്ടികളെ കഴിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറുക്കും പരിപ്പിട്ടുള്ള ഒരു ചെറിയൊരു റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇത് എടുക്കുന്നത് രാത്രിയാണ്. ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞ ശേഷം മാത്രമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം, കൂർക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂർക്കയും പരിപ്പാണ് വെക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതാ കൂർക്ക, വലിയ വലിയ കൂർക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കൂർക്ക. അപ്പോൾ ഇതാ ഞാൻ കൂർക്ക വാങ്ങിയത് ഉണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ കൂർക്കയുണ്ട്, പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൂർക്കയും പരിപ്പാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വേഗം നന്നാക്കട്ടെ കേട്ടോ. അപ്പോൾ കൂർക്ക നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറേ നേരമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ എളുപ്പം നന്നാക്കാൻ പറ്റിയിട്ടോ, വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് വരാം. നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 തക്കാളിയും കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ പരിപ്പിലിടാം. ഈ 2 തക്കാളി കൂടി നമുക്കിടാം. ഈ 2 വലിയുള്ളി കട്ട് ചെയ്യണം. ഞാൻ 2 എടുത്ത് ഞാൻ വലിയുള്ളി ഇടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 4 വെളുത്തുള്ളി കേട്ടോ, അതോടെ ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ തന്നെ ഇത് വെന്ത ശേഷം തനി ഞാനൊന്ന് ഉടയ്ക്കും കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടി ഇടുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ചേർത്തുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ കറികളിലും അധികം മല്ലിപ്പൊടി കൂടുതൽ ചേർത്തിട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 വിസിലിടാം. 1 സ്പൂൺ ഫുള്ളായിട്ട് വേണ്ട കേട്ടോ ചെറിയ ജീരകം, പിന്നെ കുറച്ച് 1/4 കുരുമുളക് ഇട്ടിട്ട് ഇത് അരച്ചിട്ട് വരാം. ഇത്തിരി തേങ്ങയാണ്, അരമുടി തേങ്ങയോടി ഇതിലില്ല കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഉപ്പ് കാര്യങ്ങളൊക്കെ ഇടണം. പിന്നെ തേങ്ങയും നിങ്ങളുടെ ആവശ്യത്തിനാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ ഇത് ഞാൻ മൈ പോലെ അരച്ചിട്ട് വരാം. ഇപ്പോൾ ഒരു വലിയ വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 ചെറുള്ളി കട്ട് ചെയ്തിട്ട് ഒരു ലേശം കറിവേപ്പിലൊടി ഉണ്ടിട്ട് ഇത് താളിക്കാനാണ്, കടുകിട്ട് താളിക്കാനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിസിൽ ഇവിടെ വന്നിട്ടില്ല. രണ്ട് വിസിലിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വിസിലിൻ്റെ ആവിക്ക് പോയ ശേഷം നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കടുക് തളിക്കാം. കുറച്ച് ഓയിൽ വെച്ചിട്ട് ഞാൻ അതിൽ കടുകും പൊട്ടിയ ശേഷമാണ് ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തതും കുറച്ച് ചെറുള്ളി കട്ട് ചെയ്തതും ഇടുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി സോട്ട് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വാട്ടിയ ശേഷം താളിക്കണം കേട്ടോ. ഗൈസ്, നമ്മുടെ പരിപ്പും കൂർക്കയും കറി പിന്നെ പരിപ്പും കൂർക്ക എങ്ങനെയുണ്ട് നോക്ക്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാൻ വിചാരിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടെങ്കിൽ ഇടുള്ളൂ, അതെ ചോറ് കാരുണ്ടാവുള്ളൂ. അത് എങ്ങനെയുണ്ട് നോക്ക് പരിപ്പും കൂർക്കയും. നന്നായിട്ടുണ്ടാ? കറി നന്നായിട്ടുണ്ടാ? ഇല്ലെങ്കിൽ റെസിപ്പി ഇടില്ല. പരിപ്പും കൂർക്കയും നന്നായിട്ട് കുറച്ച് ബീഫൊക്കെ ഇടുമ്പോൾ പരിപ്പും കൂർക്കയും ഒന്നും കൂടി
നന്നായിട്ടുണ്ടാവും. അത് വേറെ കറിയല്ലേ, ബീഫൊക്കെ ഇട്ട് വെക്കുന്നത്. വെറും പരിപ്പും പരിപ്പും കുറുക്കി ഇട്ട് നന്നായിട്ടുണ്ട്. വെറും പരിപ്പും കുറുക്കിയിട്ടില്ലേ. പിന്നെന്താ ഉണക്ക മീനിലെ തുണ്ട് മീൻ. യെസ് ചോറ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ.